Hi everyone, welcome back. Let us learn some problems from solution. Okay? ഇപ്പോൾ നമ്മുടെ +2 ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റിലെ പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ നമ്പർ 2.6 ഇൻ ടെക്സ്റ്റ് പ്രോബ്ലം ആണ്. അത് നമുക്ക് നോക്കാം. H2S, a toxic gas with rotten egg-like smell, is used for the quantitative analysis. If the solubility of H2S in water at STP is 0.195 molal, calculate KH. അപ്പോൾ നമുക്ക് if the solubility of H2S in water at STP is 0.195 molal, molality, that you know, molality means that is 0.195 molal. This is molality. That is molality. Molality. Okay. Molality, you know that is, what is molality? Molality means moles of the solute. Number of moles of the solute divided by mass of the solvent in kg. Mass of the solvent in kg. ഇവിടെ molality that is 0.195 mol. Molality that is 0.195 molal ആണ്. molal. Molality. Molality is അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മൊളാലിറ്റി എന്ന് 0.195 മോളാലാണ്. ഓക്കെ, ഇവിടെ മാസ് ഇൻ കെ ജി എന്ന് പറയുന്നത് 1 kg ആണ്. അതുകൊണ്ടാണ് 0.195 ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1 kg. Therefore n ഈസ് ഈക്വൽ ടു 0.195. കണ്ടോ? അപ്പോൾ n 0.195 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറയുന്നത് 0.195 ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ദാറ്റ് ഈസ് 0.195. അതെപ്പോഴും ശ്രദ്ധിച്ചോണം, 0.195 ആണ് ഇവിടെ. ഇതിനകത്ത് സൊല്യൂട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ട് ദാറ്റ് ഈസ് H2Sഉം അതുപോലെ സോൾവെൻ്റ് ദാറ്റ് ഈസ് വാട്ടർ, സോൾവെൻ്റ് വാട്ടറുമാണ്. സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറുമാണ്. നമുക്ക് KH ആണ് കണ്ടുപിടിക്കേണ്ടത്. KH കണ്ടുപിടിക്കണം. KH ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ ആണ് അല്ലേ? P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ ആണ്. അപ്പോൾ KH ഈസ് ഈക്വൽ ടു P ബൈ കൈ. നമുക്ക് KH കണ്ടുപിടിക്കണം. P ബൈ കൈ ആണ്. ഓക്കെ, P ഉണ്ടോ നോക്കിയേ. P എന്ന് പറയുന്നത് അറ്റ് STP ആണ്. STPയിലെ P that is equal to P is equal to 1 atm. 1 atm is equal to 1.013 into 10 raised to 5 Pascal. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് കൈ ആണ്. P ബൈ കൈ. കൈ ഈസ് ഈക്വൽ ടു Na. Na means A here solute. B means that is solvent. Na means number of moles of the solute, that is 0.195 divided by Na divided by Na plus Nb. 0.195 plus Nb, number of moles of the solute in 1 liter of water. That is, you know, that is 55.55. 1 liter of water, 1 kilogram means that is approximately equal to 1 liter. 1 liter of waterൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു. ബൈ ഹാർട്ട് ആയിരിക്കണം അത്. 55.55. 1000 ഡിവൈഡഡ് ബൈ 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 55.55. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിങ്ങോട്ട് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.195 ഡിവൈഡഡ് ബൈ 0.195 plus 55.55 that is equal to
55.745. 55.745. ഓക്കെ, 55.745. അപ്പോൾ നമുക്ക് കൈയുടെ വാല്യൂ കിട്ടി. കൈ ഈസ് ഈക്വൽ ടു 0.195 ഡിവൈഡ് ബൈ 55.745. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് KH. KH is equal to P. P that is 1.013 into 10 raised to 5 divided by chi. Divided by chi means into 55.745 divided by 0.195. That is equal to P divided by chi ആണ്. P divided by chi എന്ന് പറഞ്ഞാൽ P divided by P means 1.013 into 10 raised to 5 divided by 0.15 by 55.745. That is equal to, അപ്പോൾ ഇത് ഡിവിഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 55.745 ഡിവൈഡ് ബൈ 0.195. ദാറ്റ് ഈസ്, ഇത് സോൾവ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് 2.89 into 10 raised to 7. KH വാല്യൂ 2.89 into 10 raised to 7. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊളാലിറ്റിയാണ് തന്നിട്ട് STPയിലാണ്, 1 ലിറ്ററിലാണ്. STP 0.195 മോളാറാണ്. അപ്പോൾ നമ്മളത് 0.195 മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആയിട്ടാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ 0.195 അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സോൾവെൻറ്റ് ഇൻ kg ആണ്. അപ്പോൾ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 0.195 എന്ന് പറഞ്ഞാൽ ഇത് 0.195 ഡിവൈഡഡ് ബൈ n ബൈ 1 kg. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0.195 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഈ മൊളാലിറ്റി തന്നെയായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൈ കിട്ടുക 0.195 ഡിവൈഡഡ് ബൈ NA ഡിവൈഡ് ബൈ NA പ്ലസ് NB. 1 ലിറ്റർ ഓഫ് വാട്ടർ ഇറ്റ് കണ്ടെയ്ൻസ് 55.55 മോൾസ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.195 ഡിവൈഡ് ബൈ 55.745. ദെൻ we have to find the value of KH. P is equal to KH into chi. KH is equal to P by chi. KH is equal to P. P that is 1.013 into 10 raised to 5 into, here divided, then we take the reciprocal of this one, 55.745 divided by 0.195, that is equal to 2.89 into 10 raised to 7. Okay. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓരോ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് കാൽക്കുലേഷൻസ് ഒക്കെ സ്പീഡിൽ ചെയ്ത് വെക്കുക. ലോഗരിതം ടേബിൾ അറിയാമെങ്കിൽ അത് വെച്ച് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് ചെയ്ത് ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രോബ്ലവുമായിട്ട് കാണാം. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പ്രോബ്ലവുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.